ഞാൻ ശോഭിത. നമുക്ക് 38 സൈസിൽ ഒരു മാക്സി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ്. ഇത് അച്ചുറക്കിൻ്റെ ഒരു മാക്സി തുണിയാണ്. ഈ മാക്സി തുണി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇത് മറിച്ചിട്ടിട്ട് നാലാക്കി നീളത്തിലൊന്ന് മടക്കിയെടുക്കാം. ഇല്ല കേട്ടോ, മാക്സി ഇപ്പോൾ ഇതാ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നെക്കൊന്ന് ഇതാക്കാം. 2.75 അടയാളപ്പെടുത്തുന്നത്. 5.5 ഇവിടെ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്കിതാ ഒരു സ്കെയിൽ വെച്ച് അതൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇതൊരു സ്ക്വയർ നെക്കാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഒരു വര ഇട്ടിട്ട് അതിലേക്ക് ഈ നെക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇനി ഷോൾഡർ എന്താ 7 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. 7 ഇഞ്ച് തന്നെ താഴോട്ടും അടയാളപ്പെടുത്തി നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ അവിടെ നിന്ന് 38 സൈസ് ആയതുകൊണ്ട് അതിൻ്റെ 4-1 എടുക്കുക. അതിനോടുകൂടി ഒരു 1.5 ഇഞ്ച് കൂടുതലെടുത്ത് അതിലേക്കൊന്ന് നോക്കി കൂട്ടി യോജിപ്പിക്കാം. പിന്നെ അവിടെ നിന്ന് 1 ഇഞ്ച് അളവിൽ അടയാളപ്പെടുത്തി നമുക്ക് കൈക്കുഴി ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ അപ്പമാണ് മാക്സിയുടെ ഇറക്കം. അത് ഏതാ മാക്സിയുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് നമുക്ക് അവിടെ ഇങ്ങനെ വരച്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഈ കൈക്കുഴിയുടെ ഈ ജോയിൻ്റിൽ നിന്ന് നമുക്കൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എൻഡിലേക്ക് അങ്ങനെ അത് കട്ട് ചെയ്യും. നമുക്കിത് തന്നെ കൈയും കട്ട് ചെയ്യാം. എന്താ കൈയുടെ ഇറക്കം ഒരു 8, മടക്കി അടിക്കാനുള്ളതും തയ്യൽ തുമ്പ് അടക്കം 8 അടയാളപ്പെടുത്തുക. കൈയുടെ വണ്ണം ഒരു 7.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നിന്നൊരു 3 ഇഞ്ച് മേപ്പോട്ട്, ഒരു 3 ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി ഈ ജോയിൻറ്റിലേക്ക് നമ്മുടെ 8 ഇഞ്ചിൽ നിന്ന് ഈ ജോയിൻറ്റിലേക്ക് ഇങ്ങനൊരു വര കൊടുക്കുക. ഇപ്പം നമ്മുടെ കൈയിൻ്റെ അടയാളപ്പെടുത്തിയ 7 ഇഞ്ച് ഇതാണ്. ഇനി നമുക്ക് കൈ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. മാക്സിമം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ചതുരല്ല, അത് റൗണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ഒരു 3.5 ഇഞ്ചിൽ ബാക്ക് നെക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊരു യു ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക. കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഈ യു ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ തുണി മാറ്റിയതിന് ശേഷം നമുക്ക് സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ രണ്ടും കൂടെ ഒപ്പമാണ് മുറിക്കുക ഈ 4 മടക്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാക്സി ഒന്ന് കട്ട് ചെയ്യുന്നത് എടുക്കും. ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളിതാ
ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന കൈ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ ഈ ജോയിൻ്റ് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ജോയിൻ്റ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇതൊന്ന് ബാക്ക് നെക്ക് ഒരു നെക്ക് മാറ്റി, ബാക്ക് നെക്ക് മാറ്റി. ഇത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ നെക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ വെച്ച് നിർത്തുക. അപ്പോൾ നല്ല സ്ക്വയർ നെക്ക് ആയി. ഇത് നല്ല സ്ക്വയർ നെക്കായി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇതേപോലെ ഒരു പീസ് നീളത്തിൽ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ച് നമുക്കത് അവിടെ ഒന്നിങ്ങനെ സ്കോറാക്കി ഇങ്ങനെ കൊടുക്കുക. ഇവിടെ എത്തുമ്പോഴും അങ്ങനെ തന്നെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇത് നമുക്കൊരു പിന്ന് കൊടുത്ത് പിൻ ചെയ്തതിന് ശേഷം അടിച്ച് പിന്നെ അത് മറിച്ചിട്ടാൽ നല്ല പെർഫെക്റ്റ് നെക്കായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് മറിച്ചിടാം. മറിച്ചിടുന്നതിന് മുമ്പേ ഈ 4 മൂല ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഈ സ്റ്റിച്ചിമിലേക്ക് കൊള്ളാതെ വേണം നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ അതങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിതൊന്ന് ഇങ്ങനെ ലെവലാക്കി വെച്ച് ഇതിലൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇവിടെ ഇപ്പം ഇങ്ങനെ നേരെയാക്കി വൃത്തിയിലിങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് നേരെ കിട്ടും. അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാൻ പൈപ്പിംഗ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഇപ്പോൾ തൽക്കാലം പെട്ടെന്നുള്ളൊരു ഇതായത് കാരണം ഇങ്ങനെ ഒരു പൈപ്പിംഗ് അടിച്ചെടുത്തതാണ്. അത് ഇങ്ങനെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തക്കത്തോലെ ഇങ്ങനെ വെച്ച് ഒരു 1/4 ഭാഗം കാണുന്ന ടൈപ്പിൽ ഇങ്ങനെ വെച്ച് നമുക്കിത് ഒന്നിങ്ങനെ എവിടെയും അങ്ങനെ ഒന്ന് വളച്ച് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതാ നല്ല വൃത്തിയുള്ള ഒരു സ്ക്വയർ നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടുക, കൈ വയ്ക്കുക, ഇവിടെ ജോയിൻറ്റ് ചെയ്യാം. മാക്സി അത്രേ ഉള്ളൂ. ഓക്കെ, പറ്റില്ല. ഇതേ അപ്പം നമുക്കിതാ വൃത്തിയുള്ള ഒരു നെക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ വെച്ച് അടിച്ച് ഇനിയിപ്പോൾ ഇതാ ഷോൾഡർ, കൈ, പിന്നെ സൈഡ് ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുക, അടിയൊന്ന് മടക്കി അടിക്കുക. അത്രയേ ഉള്ളൂ. മാക്സി പെർഫെക്റ്റ് മാക്സി.